നമസ്കാരം. പറയാതെ വയ്യ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഈസ്റ്റേരി പഞ്ചായത്തിലെ മാത്യുച്ചേട്ടൻ്റെ ദുരിതകഥയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയോര മേഖലയിൽ മാത്യുച്ചേട്ടൻ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മകന് ചിറ്റാരിക്കാലെ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾക്ക് 5 വർഷം മുമ്പേ നൽകിയെന്നാണ് പരാതി പറയുന്നത്. അത്തരത്തിലൊരു പരാതി അദ്ദേഹം KPCCക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നു. വെറും പരാതി മാത്രമല്ല, അതിനകത്ത് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ പേര്, താൻ കൊടുത്ത പൈസകളുടെ പേര്, ആരൊക്കെയാണ് ആ പൈസ ഏറ്റുവാങ്ങാനുണ്ടായ ആൾക്കാരുടെ പേരുകൾ. അത്തരത്തിൽ ആ പേര് ഉൾപ്പെടെ രേഖാമൂലമാണ് KPCCക്ക് മാത്യുച്ചേട്ടൻ നൽകിയിരിക്കുന്നത്. മാത്യുച്ചേട്ടൻ വളരെ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, ദിവസവും ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്താണ് സ്വന്തം ജീവിതം വരെയും പിടിച്ചിരുന്നത്. അത്തരത്തിൽ കടുത്ത ദുരിതത്തിലായപ്പോഴാണ് അദ്ദേഹം KPCCയുടെ മുമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ആ കുടുംബം KPCCന് നീതി ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത് KPCC ഞങ്ങളെ തുണയ്ക്കാൻ തയ്യാറാകുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, അതിലൊരു വനിതാ മെമ്പർ ഉൾപ്പെടെ ഉള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് ഈ 10 ലക്ഷം രൂപ കഴിഞ്ഞ 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ജോലി നൽകാമെന്ന് പറഞ്ഞ് ആ പണം വാങ്ങിയത്. അതിൽ ആ വനിതാ നേതാവിന് ഒരു തവണ 2 ലക്ഷവും മറ്റ് 2 തവണയായി ഓരോ ലക്ഷവും, അങ്ങനെ ആകെ 4 ലക്ഷം രൂപ ആ വനിതാ മെമ്പറുടെ കയ്യിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ആ വനിതാ നേതാവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു പണം ഉണ്ട് എന്ന് ആ വീട്ടുകാർ പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ പണം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കുൾപ്പെടെ പാർട്ടി നേതൃത്വത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റ് ആ പണം ഒരു വഴിക്കും ചെലവഴിച്ചിട്ടില്ല. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ചെലവഴിച്ചത്, അല്ലാണ്ട് നേതാക്കന്മാരാരും ആ പണം കൊണ്ടുപോയിട്ടില്ലെന്ന്. എന്നാൽ ഇത്തരത്തിലൊരു വലിയ ചർച്ച നമ്മുടെ കേരളത്തിലും ഈ മലയോര മേഖലയിലും ഉണ്ടാകുമ്പോഴും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോ ചിറ്റാരിക്കാലെ പാർട്ടി നേതൃത്വം ഇത് സംബന്ധിച്ച് ഒരു വാക്കുപോലും പറയാൻ തയ്യാറാകുന്നില്ല. ആ മാത്യുച്ചേട്ടൻ്റെ പണം വാങ്ങിയിട്ടുണ്ടായെങ്കിൽ അത് അങ്ങനെ വാങ്ങിയെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ്സുകാർ കാണിക്കണം. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ജോലി നൽകണം. അല്ലെങ്കിൽ ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അത് തള്ളാൻ പോലും കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്ന ഒരു കാര്യം കൂടെ നമ്മൾ ചിറ്റാരിക്കാലിനെ എത്തിക്കണം. തെരഞ്ഞെടുപ്പ് വടിവാതിക്കലെത്തിയിരിക്കുമ്പോഴാണ് വലിയൊരു ഈ സാമ്പത്തിക വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഈ ഈസ്റ്റേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ ചർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, വയനാട്ടിൽ ഇതേപോലെ സമാനമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തനം ആത്മഹത്യ ചെയ്തൊരു കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടാണ്. ആ വയനാട് ഈ ഈസ്റ്റേരിയിൽ ആവർത്തിക്കാതിരിക്കാൻ മാത്യുച്ചേട്ടൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനെങ്കിൽ ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വരേണ്ടതാണ്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.